പാകിസ്ഥാന്റെ ഭീകരതാവളങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിന് പിന്നാലെ പാകിസ്ഥാനിൽ മരിച്ചവർക്ക് അനുശോചനം അറിയിച്ച് കൊളംബിയ പ്രസ്താവന ഇറക്കിയിരുന്നു. എന്നാൽ ഇതിൽ ഇന്ത്യയുടെ പ്രതിഷേധവും നിരാശയും കോൺഗ്രസ് എം പി ശശി തരൂർ നയിക്കുന്ന പ്രതിനിധി സംഘം കൃത്യമായി കൊളംബിയയെ അറിയിച്ചു. പാകിസ്ഥാൻ സ്വീകരിക്കുന്ന നിലപാടുകളെക്കുറിച്ചും ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇന്ത്യൻ സംഘം വ്യക്തമാക്കി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യഥാർത്ഥ പ്രശ്നങ്ങളെക്കുറിച്ചും സംഘം വിശദീകരിച്ചു. പാകിസ്ഥാനിൽ മരിച്ച ഭീകരരുടെ സംസ്കാരം അടക്കം ചൂണ്ടിക്കാണിച്ചാണ് കൊളംബിയൻ പ്രതിനിധികളോട് സംഘം കാര്യങ്ങൾ വിശദീകരിച്ചത്. പാകിസ്ഥാനിലെ മുതിർന്ന സൈനിക പോലീസ് ഉദ്യോഗസ്ഥർ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തുവെന്ന് സംഘത്തലവൻ ശശി തരൂർ വ്യക്തമാക്കി. പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് ധനസഹായവും പരിശീലനവും ആയുധവും നൽകുന്നുവെന്നും അവർക്ക് സുരക്ഷിത താവളമൊരുക്കുന്നുവെന്നും ഇന്ത്യൻ സംഘം വ്യക്തമാക്കി. ഇതിന് പിന്നാലെയാണ് കൊളംബിയ നിലപാട് മാറ്റിയത്. ഇന്ത്യ പാക് സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തെക്കുറിച്ച് ലഭിച്ച വിശദീകരണങ്ങളിൽ തങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ടെന്ന് കൊളംബിയ ഉപവിദേശകാര്യമന്ത്രി റോസ യോലൻഡ അറിയിച്ചു. കശ്മീരിൽ എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ചും അവിടുത്തെ യഥാർത്ഥ സാഹചര്യങ്ങളെക്കുറിച്ചും വിശദമായ വിവരങ്ങൾ ഇപ്പോൾ മനസ്സിലായെന്നും അദ്ദേഹം വ്യക്തമാക്കി.